ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു AchusDesign. ഇന്ന് നമ്മൾ ആരി സ്റ്റാൻഡും ഫ്രെയിമും ഒക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ ഫിക്സ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. മിക്കവർക്കും അറിയാം, അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ആരി സ്റ്റാൻഡും ഫ്രെയിമും ഒക്കെ. ഒരു 18 ഇഞ്ച് അളവിലാണ് ഈ ഒരു ആരി സ്റ്റാൻഡ് വന്നിട്ടുള്ളത്. അതുപോലെ ഫ്രെയിമും ആ ഒരു സെയിം അളവിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രെയിമിലാണ് ഞാൻ എൻ്റെ മെറ്റീരിയലൊക്കെ ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ദാ ഈ ഒരു ഭാഗമുണ്ടല്ലോ, 2 ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് താഴെയുള്ള ഈ ഒരു ഭാഗമാണ് നമുക്ക് മെറ്റീരിയൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ചുമ്മാ വന്ന ആരി സ്റ്റാൻഡിലേക്ക് ഒന്ന് ചുമ്മാ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രെയിമിലേക്ക് എങ്ങനെയാണ് തുണി ഫിക്സ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആദ്യം മെറ്റീരിയലൊക്കെ ഒന്ന് മറിച്ച് കൊടുക്കണം, അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല വശം നോക്കിയിട്ട് നമ്മൾ 2 കോർണർ ഭാഗം കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല വശം നോക്കിയിട്ട് ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഇങ്ങേറ്റത്തെ ആ ഒരു കോർണർ ഭാഗം കൂടി 2 അറ്റം കൂടെ ഒന്ന് കൂട്ടി പിടിച്ച് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെയാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം, എനിക്ക് മറ്റൊരു ചാനലും കൂടി ഉണ്ട്, അശ്വി ക്രിയേഷൻസ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതിൽ ഓൾറെഡി ഞാൻ ഇതുപോലെ അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോസ്. അപ്പം ഇത് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം ഞാൻ ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഒന്ന് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് വിട്ട് കൊടുത്തതിന് ശേഷം അവിടെ നിന്നാണ് നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അതാ സെൻറ്റർ പോർഷനിന് നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ സീം അലവൻസ് വിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ അങ്ങനത്തെ കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അത് കാണേണ്ടവർക്ക് ഞാൻ അശ്വി ക്രിയേഷൻസിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് പോയി ഒന്ന് കണ്ടു നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഞാനിപ്പോൾ എന്താ ഇതിനകത്ത് പിക്ചറൊക്കെ വരച്ചെന്ന് വെച്ചോ. ഇതിലേക്ക് ഞാനിങ്ങനെ പിക്ചർ വരച്ച ഭാഗം ഞാൻ എന്താ ഫ്രെയിമിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴത്തെ ആ ഒരു ഫ്രെയിമിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രെയിമിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ ആ റൗണ്ട് അതിലേക്കൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ജോർജറ്റിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ വല്ലാതെ തളർന്നായിരിക്കും കിടക്കുന്നത്. അപ്പം നമുക്ക് പതുക്കെ ഓരോ ഭാഗവും ഒന്ന് വലിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ വലിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഫ്രെയിമിൽ നമ്മുടെ മെറ്റീരിയലൊന്ന് ഫിക്സ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. നല്ല ടൈറ്റായിട്ടിരിക്കണം. അപ്പം ടൈറ്റായിട്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് വർക്കുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ തളർന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും ജോർജറ്റിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് ഒട്ടും പറ്റത്തില്ല. അപ്പോൾ ആരി വർക്കൊക്കെ ചെയ്യേണ്ടവർക്ക് നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതൊന്നുകൂടെ നല്ലതായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കുമ്പോൾ നല്ലൊരു ശബ്ദം പോലെ കേൾക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രെയിം നന്നായിട്ട് ഫിക്സ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് ഇതുപോലെ നമ്മുടെ മെറ്റീരിയൽ ആ ഒരു സ്റ്റാൻഡിലേക്ക് പതുക്കെ ഫിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി. എന്നിട്ടിനി നമ്മുടെ നെക്കിൻ്റെ ഭാഗം നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഫ്രെയിമിൽ തുണി ഫിക്സ് ചെയ്തതിന് ശേഷം മെറ്റീരിയലിലേക്ക് പടമൊന്നും വരയ്ക്കരുത്. നിങ്ങൾ നേരത്തെ തന്നെ വരച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മുടെ മെറ്റീരിയലിലേക്ക് ഈ ഒരു ഫ്രെയിമിലേക്ക് മെറ്റീരിയൽ ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് മുമ്പ് വരച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആയിപ്പോകും. അപ്പോൾ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.